ശരിയായില്ലേ? മതി മതി മതി, ബാക്കി അലങ്കാരങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം. നിങ്ങൾ വേഗം വീട്ടിലേക്കല്ലേ. കുഞ്ഞും കുഞ്ഞമ്മേ മാത്രമേ ഉള്ളൂ വീട്ടില്. ഈ പൂക്കളൊക്കെ ചൂടിയപ്പോ കാറിനെ കാണാൻ നല്ല ചന്തമുണ്ടല്ലേ. ബോണറ്റിലൊരു പൂക്കളം കൂടി ഞാൻ റെഡിയാക്കാം. ആഹാ, നിങ്ങൾ വേഗം വീട്ടിലേക്കല്ലേ മനുഷ്യ. കുഞ്ഞമ്മയ്ക്ക് 6 മണിക്ക് പോവാനുള്ളതാ. ആ സുലോചന ആളൊരു കേമിയാണല്ലേ. കാറ് സമ്മാനമായിട്ട് പറഞ്ഞപ്പോ ആൾക്കാർ ഒരുപാട് പേര് വരണ്ടുണ്ടല്ലേ. ഞാൻ തുണിക്കച്ചവടത്തിന് ഇറങ്ങിയപ്പോ നിങ്ങളും എന്നെ അനുകൂലിച്ചില്ലല്ലോ. സോറി, അത് ഞാൻ അത്തപ്പൂക്കൾ ഇട്ട് തരാം. ദേ ഇപ്പൊ കൊള്ളു എന്റെ കയ്യിന്ന്. നിങ്ങൾ വേഗം വീട്ടിലേക്ക് പോ. എന്താ സമ്മാനത്തിലുള്ള കാറാ. സാറല്ല കാറ്. ബാലപ്പൻ അറിഞ്ഞില്ലേ, ഇവരുടെ വസ്ത്രമേളയിൽ നിന്ന് തുണി വാങ്ങുമ്പോ ഒരു കാറാ സമ്മാനമായി കൊടുക്കുന്നത്. ആണോ? അല്ല, ഒരു കാർ കൊടുക്കാനുള്ള ലാഭമൊക്കെ ഈ തുണി കച്ചവടത്തിൽ കിട്ടുവോ? കൊള്ളാം. ഈ കാർ സ്വന്താക്കാൻ വേണ്ടി എല്ലാവരും തുണികൾ മത്സരിച്ച് വാങ്ങല്ലേ. പുതിയ സ്റ്റോക്ക് എടുക്കാൻ വേണ്ടി തങ്കപ്പൻ ബാംഗ്ലൂർക്ക് പോയിരിക്കുക. കാർ സമ്മാനമായിട്ട് കൊടുക്കുന്ന ബാലപ്പൻ പ്ലീസ് ആയി പോയി. ഞാൻ കൊറേ നേരം കൊണ്ട് പറയുവാ വീട്ടിൽ പോ വീട്ടിൽ പോന്ന്. എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ? പോ. ഞാൻ പോണ്. നമ്മുടെ കൊടുത്തിരുമ്പോ വേലകളൊന്നും ഏക്കാത്ത മട്ടാണ്. ഒന്നാം സമ്മാനം ഒരു മാരുതി കാറാ. ഞാൻ അറിഞ്ഞു. പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടി അറിഞ്ഞു. എന്തുവാടാ? ഇത്തവണ ഓണത്തിന് കോളനിയിൽ സുലോചന ഒരു നാടകം അവതരിപ്പിക്കുന്നുണ്ട്. നാടകോ? നാടകം എന്ന് പറഞ്ഞാൽ ഡ്രാമ. നാടകം തന്നെയല്ലേ ഡ്രാമ. പിന്നെ മാറ്റണോ ഞാൻ? വേണ്ട വേണ്ട. ഈ നാടകം ഡയറക്ട് ചെയ്യുന്ന ആരാന്നറിയാം? രാജേഷ് ഖന്ന. അവള് ഭയങ്കര പുരുഷ വിദ്വേഷിയാണെന്നല്ലോ കേട്ടത്. ചിലപ്പോ രാജേഷ് ഖന്ന അവര് സ്ത്രീകളുടെ ഗണത്തിലായിരിക്കും പെടുത്തിരിക്കുന്നത്. അത് ശരിയാ. അതൊക്കെ പോട്ടാച്ചാനെ. ഇനിയിപ്പോ നമ്മളെന്ത് ചെയ്യും? എന്തുവാ? ഈ കോളനിയിലെ സ്ത്രീകളെ മുഴുവൻ അവള് കയ്യിലെടുത്തിരിക്കുകയാണ്. ആണോ? അവള് നമ്മളോട് മത്സരിക്കുക. ശരിയാക്കി കൊടുക്കാം. ഈ നിറം കൊള്ളാം, നല്ല തുണിയാ. ഇതിന് എത്ര വില? 400. ഇത് 300 രൂപ. ഹായ്, ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. നല്ല സെലക്ഷൻ ആണ് ഇവിടെ. അടേ പൊന്നമ്മ, എങ്ങനെയുണ്ട് ഇവിടെ ബിസിനസ് ഒക്കെ? കുഴപ്പമില്ല. ഓളത് മാറി. ഉഷ എവിടെ പോയി? ഉഷ ബാങ്കിലേക്ക് പോയിരിക്ക. അതുകൊണ്ടല്ലേ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. ഞാൻ എപ്പോ ഇങ്ങോട്ട് പോരാണെങ്കിൽ ഉഷ പറയും വേണ്ട വേണ്ട പോവണ്ടെന്ന്. ഹായ് നൈറ്റി. ഈ നൈറ്റിക്ക് എന്താ വില? 110 രൂപയുള്ളൂ. സാറിന് വേണോ? വേണ്ട, ഈ കളറുള്ള നൈറ്റി വീട്ടിലുണ്ട്. സാർ നൈറ്റി ആണോ ധരിക്കുന്നത്? നൈറ്റി ധരിച്ചാൽ എന്താ? ഒന്നുമില്ല. ഈ ചുരിദാറിന്റെ സെലക്ഷൻ ഒക്കെ എങ്ങനെയുണ്ട്? ഒരു ചുരിദാർ ഷോപ്പിലും കാണാത്തത്ര സെലക്ഷൻ ഇവിടെ. എനിക്കതൊക്കെ ഒന്ന് കണ്ടാ കൊള്ളുന്നുണ്ട്. അതിനെന്താ, സാറ് പോയി കണ്ടോളൂ. ഇപ്പൊ വേണ്ട, ഉഷ ബാങ്കിൽ പോയിട്ട് വരില്ലേ? കുറച്ച് കഴിയും. ഇത് മതി. ഇത് മതിയോ? മഞ്ജു, ഇതൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് കൊടുത്തേ. ഗീതേ, ഒന്നിങ്ങി വന്നേ. ഇവിടുത്തെ സെലക്ഷൻ ഒക്കെ നല്ലതല്ലേ? അതെ. കന്നഡ മുഖത്തുനിന്ന് മാറ്റിയ കുറച്ചുകൂടി പ്രായം കുറഞ്ഞു കിട്ടും. എന്താ പേര്? രാജി. രാജിന്നാ എന്നെ വീട്ടിൽ വിളിക്കുന്ന? അങ്ങനെ എന്താ മേഡം? ഒന്നുമില്ല, എസ് ഐ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞതാ. എസ് ഐ പോയോ? പോയെന്നാ തോന്നുന്നേ. എന്താ വേണ്ടേ? എനിക്ക് ഒരു ഷർട്ട് വേണം. ഒന്ന് കാണിച്ചു കൊടുത്തത്. നമ്മളായിട്ട് പ്രശ്നം ഉണ്ടാക്കരുത്. അതല്ല, എനിക്ക് പെണ്ണുങ്ങളെന്ന് പറഞ്ഞ പണ്ടേ കണ്ടുകൂടാ. ഇഷ്ടപ്പെട്ടില്ല. ഒരു കാര്യം ചെയ്യാം, ഇപ്പൊ അരത്ത് കയറി വെള്ളം അടിച്ചിട്ട് ആലമ്പുണ്ടാക്കരുത്. നീ വെള്ളം ഉണ്ട്. ആരുടെ പൈസക്ക് അടിച്ച്? അണ്ണന്റെ പൈസ. എന്റെ പൈസക്കാണ് അടിച്ചത്. അപ്പൊ എന്റെ കൈ നോക്കിയിട്ട് നീ എന്നെ നിയന്ത്രിക്കാൻ നോക്കാനല്ല പറയുന്നത്. എനിക്ക് ഓണത്തിന് കുറച്ച് തുണി എടുക്കണമെന്ന്. നാളെ വൈകിട്ട് നമ്മള് ഓണക്കുടി എടുക്കും. എവിടുന്ന് എടുക്കും? നാളെ വൈകിട്ട് വന്ന് എടുക്കണം. ഞാനിവിടെ വരാമെന്ന്. പോയിട്ട് വരാ കേട്ടാ. പറയാൻ പൊറുക്കൂല. നാളെ തന്നെ അവിടെ പോയി നമ്മൾ തുണി എടുക്കും. എന്നാലും ഞാൻ ചോദിച്ചിട്ട് വരും. നാട്ടുകാരെ പറ്റിക്കുന്നവനെ. സോറി പെങ്ങളെ, സോറി കസ്റ്റമേഴ്സ്. നീ വിടേ, നീ ചുമ്മാ
ഈ ബെഡ്ഷീറ്റിന് എന്തോ അല്ല ഇത് ബെഡ്ഷീറ്റ് അല്ല കർച്ചീഫാ. എന്നാ പിന്നെ ഒരു ബെഡ്ഷീറ്റ് ഞാൻ കഴുകി കർച്ചീഫ് ആക്കിക്കോളാന്നേ. ബാലപ്പ തൽക്കാലം പോ. ഓ ഞാൻ പോകാൻ തന്നെയാണ് വന്നത്, അല്ലാതെ ഇവിടെ കയറി താമസിക്കാൻ വന്നവനല്ല ഞാൻ, മനസ്സിലായോ? എനിക്ക് അവരെ ഒന്ന് കാണണം. നീ ചുപ്പരോ? അതാരും എല്ലാം മിണ്ടായിരിക്കാൻ. മറ്റേ അവരെവിടെ? ഇവിടെ ഒരു നോക്കൂത്ത് കണക്ക മറ്റേ സുലോന സത്യൻ അവരെവിടെ? അവരെവിടെ പോയി? എനിക്കറിയില്ല. ഉദ്ഘാടനത്തിന്റെ അന്ന് ഞാൻ ഇവിടെ ഒരു തുണി വാങ്ങാൻ വന്നപ്പോ ചുമ്മാ എന്നെ ആട്ടി പുറത്താക്കി വിട്ടവരാണ് അവരെ കാണാതെ ഞാൻ പ്രശ്നമില്ല. ഹേ മിസ്റ്റർ, സ്ത്രീകളെ ശല്യപ്പെടുത്താത്ത കടന്നു പോടോ മര്യാദക്ക്. ഓ നീ ആരടി എന്നെ ഭരിക്കാൻ? മുഖത്ത് മീശാൻ വെച്ച് അടക്കുന്നു. നിന്റെ വീട്ടിൽ ചോദിക്കാനും പറയുന്നത് ആരില്ലേടി? ഇവിടെ ആരുടെ ആരാണെന്ന് ഞാൻ കാണിച്ചു തരാടോ. മര്യാദക്ക് ഞാൻ പറയുന്നത് കേക്ക്. അല്ലെ നീ എന്തോ വേണ്ട ആണുങ്ങളെ തല്ലാൻ വേണ്ടി കൂലി തല്ലുകാരികളെ ഇറക്കിയിരിക്കുകയാണല്ലേ? ചെക്കൻ മര്യാദക്ക് കുടിയെല്ലാം വിളിച്ചിട്ട് എന്നെ എന്തോ ചെയ്യടി? ബാലപ്പ വേണ്ട, എന്തോ ചെയ്യും? നല്ല ചുട്ട അടികൊണ്ട് നീ ചുമ്മാ എവിടാണ്ട് കിടന്ന കുറച്ച് പഴത്തം തുണികളെല്ലാം കൂടെ വാരിക്കെട്ടി ഇറങ്ങിയിരിക്കാണ് കോളനിക്കാരെ പറ്റിക്കാൻ. ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞുതരാ, ഈ ബാലപ്പനുണ്ടല്ലോ ദേഷ്യം വന്നോണ്ട് ചിമ്പാൻസിയാണ് ചിമ്പാൻസി കേട്ടാ. പറഞ്ഞാടല്ലോ ബാലപ്പന ചിമ്പാൻസിയാണ് ചിമ്പാൻസി. കളിക്കരുത് കേട്ടാ. ഇവിടെ ഇരുന്ന ആ ഒലിതല്ലുകാരി എന്തിയെ? ആ ഗുണ്ട. അയ്യോ അണ്ണ, അണ്ണന്റെ ഷോ ഉണ്ടപ്പോ അവര് പോയില്ലേ? പോയാ രമണ, ദേഷ്യം വന്ന ഈ ബാലപ്പനുണ്ടല്ലോ ഒരു ആസ്ട്രേലിയൻ പിത്തക്കോസ്. ആസ്ട്രേലിയൻ പിത്തക്കോസ് അറിയോ? സൈലൻസ്. നിന്റെ അടുത്ത് എത്ര എന്താ വരട്ടുന്ന? അതിന്റെ സാറപ്പ ഇവിടെ എത്തി. ഒരുമാതിരി പുരാണങ്ങളില് ദൈവങ്ങള് പ്രത്യക്ഷപ്പെട്ട പോലെ. നീ മിണ്ടരുത്, നീ പറയടാ, നമുക്ക് തരത്തി കളിക്കാം. പറ എന്താ പറയണം? അതൊക്കെ ഞാൻ പറയാം. ആദ്യം നീ സ്റ്റേഷനിലേക്ക് കിടക്കടാ. നടക്കാനൊന്നും പറ്റത്തില്ല. വണ്ടി കൊണ്ടുവന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി പോവാം. നടക്കാൻ അവരൊന്നും ചെയ്യല്ലേ. ഞാൻ വെറുതെ ഒന്ന് പേടിപ്പിച്ചല്ലേ, ഞാൻ ഒന്നും ചെയ്യില്ല. ഞാനൊന്നും നോക്കിയാലുണ്ടല്ല അവൻ മുള്ളും. അതെ, ഞാൻ നേരത്തെ എടുത്ത് വെച്ച നൈറ്റില്ലേ, അതെടുത്ത് പൊതിഞ്ഞു വെച്ചേക്ക്. ഞാൻ പിന്നെ വന്ന് സമയം പോകുന്നുണ്ട്. പോണെങ്കിൽ പോവാണോ? നടക്കട ഇല്ലെങ്കിൽ എടാ നടക്കാൻ. ഇല്ലെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുക്കട നടക്കാൻ. ഞാൻ ആദ്യം നട. ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ പോയിട്ട് വരാം കേട്ടാ. അയ്യോ സോറി കേട്ടോ, നിങ്ങൾ പോയെന്നാ ഞാൻ കരുതിയത്. എനിക്ക് ഇത് നോക്ക്. എന്തായാലും ചാക്കോച്ചന്റെ നമ്പർ അങ്ങാട്ടേറ്റു. തകർപ്പൻ ബിസിനസ് അല്ലേ നടന്നത്? അതാ ബിസിനസിന്റെ മനഃശാസ്ത്രം. ഫ്രിഡ്ജിന്റെ കൂടെ ഒരു തീപ്പെട്ടി സൗജന്യമായി കിട്ടിയാൽ ആവശ്യമില്ലെങ്കിലും ഫ്രിഡ്ജ് വാങ്ങാൻ ഷോറൂമിലേക്ക് പായുന്നവരാ നമ്മുടെ നാട്ടുകാർ. ഇത് നിസ്സാരമായ സമ്മാനമല്ല നമ്മൾ കൊടുക്കുന്നത്. ഒരു കാറല്ലേ, കാറ്. പിന്നെ അതൊക്കെ പോട്ടെ ചാക്കോച്ച. ചാക്കോച്ചന്റെ ഈ കാശ് വല്ല ഇരിപ്പുണ്ടോ? അയ്യോ, പേഴ്സ് എടുത്തില്ലല്ലോ തങ്കപ്പ. പേഴ്സ് എടുത്തില്ല, സാരയില്ല. ഈ ആഹ്ലാദം ഞാൻ ഒറ്റക്ക് ആഘോഷിച്ചോളാം. ചാക്കോച്ചൻ വരാത്ത സ്ഥിതിക്ക് ഞാൻ പോയിട്ട് 2 എണ്ണം വിട്ടിട്ട് വരാം. ചെല്ല് രണ്ടാക്കണ്ട. വരുന്ന ദരിദ്രവാസി രണ്ടാക്കണ്ട, ആവശ്യം പോലെ അടിച്ചു. ഓസിന് ചാമ്പാൻ വന്നിരിക്കുന്നു. കൊണ്ടുവരാൻ അവനും കൊണ്ടുവിടാനും വരുവല്ലേ ഉള്ളൂ. ഞാൻ ആ പോലീസ് ലൈറ്റ് എടുത്ത് ഇതുമ്മ വിറ്റ് ചെയ്തു. ഞാൻ ഇല്ലണ്ടതിനാ പോലീസ് ലൈറ്റ്. ഇതാണ്ടാ പോലീസ്. എടാ എന്നാ എടാന്നല്ല, ഞാൻ സാറിന്റെ നട്ടലിനെ കുറിച്ച് പറയാം. എല്ലാവരും ഇത് തന്നെ പറയുന്നത്. ഓട്ടോറിക്ഷ നിറച്ച് സാധനമല്ലോ സാർ. പ്രസ്തോണ അടിച്ചു പൊളിക്കാൻ തീരുമാനിച്ചല്ലേ? തങ്കപ്പൻ നല്ല ഫിറ്റാണല്ലേ? താങ്ക് യു. നല്ല എക്സർസൈസ് ബോഡിയല്ലേ സാറേ? പിടിച്ചു നോക്കിയ നല്ല പിറ്റാ. കുടിയൻ ബ്രീത്ത് അനലീസർ ഉണ്ടെങ്കിലേ കണ്ടാ മതി, അലറി വിളിച്ചേനെ. അതാരാ കക്ഷി? ബ്രീത്ത് കൗൺസിലർ? കക്ഷിയല്ല, കുക്ഷി. പൊന്നമ്മയോട് ഞാൻ ചെന്ന് പറഞ്ഞു കൊടുക്കട്ടെ? പൊന്നമ്മയോട് പറയല്ലേ സാറേ? അങ്ങനെ വഴിക്ക് വാ, ഞാൻ പറയില്ലട്ടോ. സാറിങ്ങിട്ട് വന്നേ. എന്ത് പരിപാടി എനിക്ക്. സാറെവിടെ പോയി? സാറെന്ത് പരിപാടി കാണിച്ച്? ഈ ജവഹർ കോളനി വസ്ത്രമേള നടക്കുമ്പോ സാർ ടൗണിൽ പോയി ഇതൊക്കെ മേടിക്കേണ്ട വലിയ കാര്യമുണ്ടോ?
ഇവിടെ നിന്ന് തുണി വാങ്ങിയ 1ാം സമ്മാനം ഒരു കാറല്ലേ കിട്ടണത്. അതൊക്കെ സത്യമാണോ? സാറിനോട് സാറിന്റെ വൈഫ് ഒന്നും പറഞ്ഞില്ലേ? വൈഫിനറിയാം ഇതിന്റെ സീക്രട്ട്. എന്ത് സീക്രട്ട്? ഈ നറുക്കെടുപ്പിലൂടെ കാർ സമ്മാനമായിട്ട് കിട്ടുമെന്ന് പറഞ്ഞില്ലേ? അതൊരു അഡ്ജസ്റ്റ്മെന്റാ. എന്ത് അഡ്ജസ്റ്റ്മെന്റ്? ഞാൻ വെള്ളമൊടിച്ചത് കൊണ്ട് പറയണമെന്ന് കരുതരുത്, സീക്രട്ടാണ്. മൂന്നാമതൊരാളോട് പറയില്ലെന്ന് സാറ് സത്യം ചെയ്തുകൊണ്ട് പറയുന്നു. വെള്ളമടിക്കുന്നത് നല്ലതല്ലേ? തങ്കപ്പൻ പറയുന്നു. യഥാർത്ഥത്തിൽ നറുക്കെടുപ്പിൽ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്പർ എത്രയാണെന്ന് സാറിനറിയോ? എത്ര? 556. എല്ലാരെയും മുമ്പ് വെച്ച് നറുക്കെടുക്കുമ്പോ ഈ നമ്പർ കാണില്ല. ഏത് നമ്പർ? 556 നമ്പർ കാണില്ല. ആ നമ്പറുള്ള കൂപ്പണുമായിട്ട് വന്ന കാർ റെഡി. ആ നമ്പർ എത്രയാന്നാ പറഞ്ഞത്? 556. 556. തങ്കപ്പ, നീ സത്യം പറയുന്നത് നിർത്തിയില്ലല്ലേ? പെട്ടെന്ന് രക്തത്തിന്ന് പോവില്ല, കൊറേ കൊണ്ടതല്ലേ. അപ്പൊ ഞാൻ പോട്ടെ സാർ. ഓക്കേ. നീ പോയിക്കോ, ഇത് പോകണ്ട കേട്ടാ. വണ്ടി കടവെക്കാതെ പോ. വണ്ടി ഇറോ. അയ്യോ അപ്പേ, നിക്കടവിടെ. ഇവനാ കബീറിന്റെ അച്ഛനാടാ. നിക്കടവിടെ. മാറകട് പാലാട്ടി നടക്കിട്ട് ഒറ്റടി എന്നല്ലണ്ടല്ല. സർവീസ് കയറിട്ട് എത്ര വർഷമായി? സല്യൂട്ട് ചെയ്യാൻ അറിയാൻ പാടില്ല. ദേ ഇതുമാതിരി കണ്ട ഒന്ന് കാണിച്ചേ. വെരി ഗുഡ്. അഭിലാഷിനി ഓണത്തിന് ഓണക്കൊടിയൊക്കെ വാങ്ങിയ? ബോണസ് കിട്ടിയിട്ട് വാങ്ങണം സർ. ഒരുപാടങ്ങ് താമസിക്കണ്ട. അറിഞ്ഞു കാണുമല്ലോ, ഉഷയൊക്കെ നടത്തുന്ന സ്ഥാപനത്തിൽ നിന്ന് വസ്ത്രം വാങ്ങിയാൽ ഒരു കാറാ സമ്മാനമായി കിട്ടുന്നത്. അതൊക്കെ നറുക്കെടുപ്പിലൂടെ അല്ലേ സാറേ നടക്കത്തുള്ളൂ. നമ്മളൊന്നും ഭാഗ്യമില്ലാത്തവരാ. വിലാസിനി കാറ് കിട്ടിയ എനിക്കിത് തരും. സാറിന് എന്ത് വേണമെന്ന് പറ. എനിക്കൊന്നും വേണ്ട, 2 ചോക്കോബാർ വാങ്ങി തന്നാ മതി. അത് വാങ്ങിത്തരാം. എന്ന കാറ് വിലാസിനിക്ക് തന്നെ. ഞാൻ തമാശ പറഞ്ഞല്ല. അയ്യോ, അല്ല സാറി പറയുന്നത് സത്യമാണോ? എന്റെ ഈ തൊപ്പിയാണ് സത്യം. കള്ളമാണെങ്കിൽ സാറിന്റെ തൊപ്പി തെറിച്ചു പോകാൻ പറഞ്ഞേക്കാം. ഞാൻ എന്തിനാ വിലാസിനോട് കള്ളം പറയുന്നത്? എന്നെ വിശ്വസിക്കൂ. എന്റെ പൊന്ന് കബീർ, ഞാൻ കേറിയിട്ട് സ്റ്റാർട്ട് ചെയ്താ മതി. കോട്ടെ വിലാസിനി. 556. ഇറങ്ങ. പിന്നെ പറഞ്ഞതൊക്കെ കൃത്യമായിട്ട് ഓർമ്മയുണ്ടല്ലോ. ദാ ഈ നമ്പർ വിളിക്കുമ്പോ നീ ഇതുമായിട്ട് വരണം കേട്ടോ. എന്റെ പേയ്മെന്റ് കാര്യം അതൊക്കെ നിന്റെ അമ്മയായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. മറ്റന്നാളാ നറുക്കെടുപ്പ് കേട്ടല്ലോ. ചെല്ലിപ്പോക്കോ. ശരി. വനിതാ ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന വസ്ത്രമേളയുടെ നറുക്കെടുപ്പ്. 1ാം സമ്മാനം ഓണത്തിനടിച്ചു വിളിക്കും ഒരു കാർ. എന്താ ഇവിടെ? അല്ല, ഈ വനിതാ ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന വസ്ത്രമേളയുടെ 1ാം സമ്മാനമേ ഒരു കാറാണെന്ന്. നറുക്കെടുപ്പ്. നിങ്ങളുടെ തുണികളും കൂപ്പണുകളും ഉടൻ സ്വന്തമാക്കും. ഞാൻ കാണും. ഞാനിവിടെ എത്തിയിട്ടുണ്ട് കേട്ടാ. നറുക്കെടുപ്പ് ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ നടക്കും. ഞാൻ വിളിക്കാം. നമ്മുടെ ഈ ഓണക്കാല വസ്ത്രമേള ഒരു ഗംഭീര വിജയമാക്കി തന്ന എല്ലാവർക്കും ഞാൻ സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ഈ ഓണത്തിന് ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഓണക്കോടി എത്തിക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് ചാരിതാർത്ഥ്യമുണ്ട്. ഓണത്തിന് ഒരു മഞ്ഞക്കോടി വാങ്ങാൻ പോലും ഭർത്താവിന്റെ പോക്കറ്റ് തപ്പുന്നവരാണ് ഭാര്യമാർ. നിങ്ങളും ഇതുപോലെയുള്ള ചെറിയ ചെറിയ ബിസിനസ് ഒക്കെ ചെയ്ത് വമ്പിച്ച സാമ്പത്തിക നേട്ടം കൊയ്യണമെന്ന് ഈ അവസരത്തിൽ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. അടുത്തതായി നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന നറുക്കെടുപ്പിലേക്ക്
നറുക്കെടുപ്പിനായി നമ്മുടെ ഈ കോളനിയിലെ വിശിഷ്ടാതിഥിയായ മിസ് സുലു സത്യനെ ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ഒന്ന് മാറിക്കേ. നമസ്കാരം. സുഖമാണല്ലോ? നമസ്കാരം സുലോചന. അയ്യോ പൂത്തുമ്പി പോലെ പോണ കണ്ട. എടുക്കല്ലേ? എടുക്കാം. ഓ എടുത്തു. തുറക്കട്ടെ? ആരാണ്? പറയട്ടെ? ലിസൺ കെയർഫുള്ളി. This is coupon number 556. അയ്യോ ഞാൻ പറഞ്ഞില്ലേ. അയ്യോ ഇതെന്റെ നമ്പറാ. Oh my God, you're so lucky. Come on. Come on. Da 556. ദേ, ഒരു നിമിഷം. ദേ, എനിക്ക് പഠിച്ചു. എനിക്ക് പഠിച്ചു താടെ എനിക്ക് പഠിച്ചു ആ അതെ എനിക്ക് പഠിച്ചൊന്ന് താടെ എനിക്ക് പഠിച്ചു 556 അതെ അടിച്ചു എനിക്ക് പഠിച്ചെന്ന് എല്ലാവരുടെ കയ്യിൽ 556. എന്താ സംഭവിച്ചത്? നീ ചതിച്ചോ? ഒരബദ്ധം പറ്റി, അറിയാതെ പറഞ്ഞുപോയി. സാറിന് അറിയില്ലേ, എന്റെ മനസ്സിൽ ഒന്നും സൂക്ഷിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞുപോയി സാറ്. ചതിച്ചല്ലോ ദൈവമേ. നീ പോലീസ് ആവേണ്ടവളല്ലടി, നീ മന്ത്രിയാവേണ്ടവളാ. ഞാൻ ഇനി ഉഷയോട് എന്ത് പറയും? ഞങ്ങൾക്ക് പഠിച്ചു താടെ എനിക്ക് പഠിച്ചു നോക്കിയാണ് പിന്നല്ലാതെ ഇതേ എവിടെയോ തെറ്റിയിട്ടുണ്ട്. എങ്ങും തെറ്റിയിട്ടില്ല. നറുക്കെടുപ്പിലൂടെ കിട്ടിയ നമ്പറായത്. അതനുസരിച്ച് ഇത്രയും അവകാശികൾ ഉണ്ടായ സ്ഥിതിക്ക് നമുക്കൊരു കാര്യം ചെയ്യാം. എന്ത് കാര്യം? ആ കാറിന്റെ തുക ദേ ഇവർക്ക് എല്ലാവർക്കും കൂടെ അങ്ങ് വീതിച്ചു കൊടുക്കാം. അല്ലാതെ ഇത്രയും പേർ കൂടെ കാറുണ്ടാക്കി കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അതുപോലെ അത് മതി. നീ നിന്റെ ഭർത്താവിനോട് ഈ നമ്പറിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞായിരുന്നോ? കഷ്ടം, തങ്കപ്പെട്ട തുണികൾ വാങ്ങാൻ ബാംഗ്ലൂർ പോയിരിക്കാം. അതിനിടെ ഞാൻ അങ്ങനെ പറയാനാ? വിളിച്ചപ്പോഴെങ്ങനെ പറഞ്ഞായിരുന്നോ? പറഞ്ഞു. നിന്റെ ഹസ്ബൻഡിനോട് നീ ചിലപ്പോ പറഞ്ഞു കാണും. ദേ, എന്റെ ഭർത്താവിനെ പറഞ്ഞാലുണ്ടല്ലോ, എന്റെ ഭർത്താവിനെ എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ അങ്ങേരോട് ഈ വിഷയത്തെ കുറിച്ച് ഒന്നും സംസാരിച്ചിട്ടേ ഇല്ല. നീ തന്നെയാ പറഞ്ഞത്. നീ തന്നെയാ പറഞ്ഞത്. നീ ഞാൻ പറഞ്ഞത്. ഇത് ആരും അറിയുന്നില്ല. ഹലോ ഇനിയിപ്പോ കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല. ഈ കാറിന്റെ തുക ഒരുപോലെ അങ്ങ് വീതിച്ചു കൊടുക്കണം. വീതിച്ചേ പറ്റൂ, വീതിപ്പിക്കും. ആണാ? എല്ലാവർക്കും സന്തോഷമായല്ലോ. എന്നാ പിന്നെ എല്ലാവർക്കും കൈയടിച്ച്.